43 മിനിറ്റ് മാത്രം ഭൂമിയിൽ ജീവിച്ച കുഞ്ഞിന്റെ ഭൗതിക ശരീരം 37 വർഷങ്ങൾക്കുശേഷം അഴുകാത്ത നിലയിൽ കണ്ടെത്തിയതിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ട് മാതാപിതാക്കൾ. 1982 ജൂൺ 16 കെന്റക്കിയിൽ ജനിച്ച് അന്നുതന്നെ മരണപ്പെട്ട ബ്രയാൻ തോമസ് ഗെല്ലാഗറിന്റെ ഭൗതിക ശരീരത്തെപ്പറ്റിയുള്ള വാർത്തയാണ് മാധ്യമങ്ങളിൽ തരംഗമാകുന്നത്. അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട കാനോനിക നടപടികൾ പ്രാദേശിക സഭയുടെ പരിഗണനയിലാണ്. ബ്രയാന്റെ മാതാപിതാക്കൾ മേരി പാറ്റും ഷോൺ ഗെല്ലാഗറും തങ്ങളുടെ കുഞ്ഞിന്റെ മരണത്തിന് 37 വർഷങ്ങൾക്കുശേഷം അവന്റെ മൃതദേഹം മാറ്റി സംസ്കരിക്കാൻ തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനിടെയായിരുന്നു അതിശയിപ്പിക്കുന്ന പ്രതിഭാസം ശ്രദ്ധയിൽപ്പെട്ടത്. കുഞ്ഞിനെ കണ്ടാൽ ഉറങ്ങുകയാണെന്നേ തോന്നുകയുള്ളൂ എന്നു പറഞ്ഞുള്ള ഫ്യൂണറൽ ഡയറക്ടറിന്റെ ഫോൺ കോൾ വന്നതും ശേഷം അടക്കം ചെയ്തപ്പോൾ എങ്ങനെയോ അങ്ങനെ തന്നെ തന്റെ മകനെ വീണ്ടും കാണാൻ സാധിച്ചതായും കാത്തലിക് വോട്ടിന് നൽകിയ അഭിമുഖത്തിൽ അമ്മ മേരി പാറ്റ് ഓർമ്മിച്ചു. 1982 കെന്റക്കിയിലെ ഫോർട്ട് നോക്സ് ആർമി ബേസിലായിരുന്നു മേരി പാറ്റ് ഗെല്ലാഗർ ബ്രയാന് ജന്മം നൽകിയത്. പ്രസവസമയത്തെ സങ്കീർണതകൾ കാരണം നവജാത ശിശുക്കളുടെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് കുഞ്ഞിനെ ഉടൻ മാറ്റിയെങ്കിലും 43 മിനിറ്റുകൾക്കു ശേഷം കുഞ്ഞ് മരണത്തിന് കീഴ്പ്പെടുകയായിരുന്നു. ബ്രയാന്റെ മൃതദേഹം ഓട്ടോപ്സിക്ക് വിധേയമാക്കുകയും എംബാം ചെയ്യുകയും ചെയ്തിരുന്നു. സൗത്ത് ഡെക്കോട്ടയിലെ വൈറ്റ് റൺ സെമിത്തേരിയിൽ തങ്ങളുടെ സമീപത്ത് അടക്കം ചെയ്യുന്നതിനായി 37 വർഷങ്ങൾക്കുശേഷം ഗെല്ലാഗസ് മാതാപിതാക്കൾ ബ്രയാന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ മാറ്റിയടക്കം ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. പുനഃസംസ്കാര പ്രക്രിയയ്ക്കിടെ മൃതശരീര പേടകത്തിന് ആകസ്മികമായി കേടുപാടുകൾ സംഭവിക്കുകയും അതിനാൽ ബ്രയാന്റെ മൃതദേഹം പുതിയതിലേക്ക് മാറ്റേണ്ടതിനായി അത് തുറക്കേണ്ടതായും വന്നു. 2019 ബ്ലാക്ക് ഹിൽസ് നാഷണൽ സെമിത്തേരിയിൽ നടന്ന പുനഃസംസ്കാര പ്രക്രിയയ്ക്കിടെ തുറന്നപ്പോൾ ശരീരത്തിൽ നിന്നും വസ്ത്രം നീക്കാനും മറ്റൊരു വസ്ത്രം ധരിപ്പിക്കാനും യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത വിധത്തിൽ ജീർണതയേശാത്ത അവസ്ഥയിൽ കണ്ടെത്തുകയാണ് ഉണ്ടായത്. 37 വർഷങ്ങൾക്ക് മുൻപ് തന്റെ കൈകളിൽ കുഞ്ഞിനെ വഹിച്ചതുപോലെ തന്നെ അതേ രൂപത്തിൽ നിറവ്യത്യാസം പോലുമില്ലാതെ വീണ്ടും കൈകളിൽ വഹിക്കാനായതിന്റെ പറഞ്ഞറിയിക്കാനാകാത്ത ആത്മനിർവൃതിയിലാണ് മേരി പാറ്റ് 2019 തങ്ങൾ സാക്ഷ്യം വഹിച്ചതായി വിവരിക്കുന്ന ഈ സംഭവം ചിത്രങ്ങളോടുകൂടി ഈയടുത്ത് പുറംലോകവുമായി പങ്കുവച്ചിരിക്കുന്നത്. ബ്രയാന്റെ മരണത്തിന് 35 മിനിറ്റുകൾക്കു ശേഷം കുഞ്ഞിന് കത്തോലിക്ക സഭയിൽ മാമോദീസ നൽകിയതായി സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ട്. കാനോൻ നിയമ വിദഗ്ധരുമായി സംഭവത്തെപ്പറ്റി കൂടിയാലോചനകളും നാമകരണ നടപടികൾ ആരംഭിക്കാനുള്ള സാധ്യത മുൻനിർത്തിയുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള നീക്കങ്ങളും പുരോഗമിക്കുകയാണ്. പ്രാദേശിക ബിഷപ്പ് ഒരു അന്വേഷണം ആരംഭിച്ചാൽ താൻ അന്വേഷണത്തെ പിന്തുണയ്ക്കുമെന്ന് മിലിറ്ററി സർവീസസ് ആർച്ച് ബിഷപ്പ് തിമോത്തി ബ്രോഗ്ലിയോ അറിയിച്ചിട്ടുണ്ട്. അതേസമയം റാപ്പിഡ് സിറ്റി രൂപതയിലെ ബിഷപ്പ് സ്കോട്ട് ടി ബുള്ളോക്ക് സംഭവത്തിൽ ഇനിയും നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കന ന്യൂസ്.